എന്താ ഉണ്ടാക്കണ്ടാത്തണ്ടോ? അതെന്തിനാ ഉണ്ടാക്കണ്ടാത്ത? നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് നല്ലത് പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ കളയണം. എന്തോ എന്തോ ശരിക്കും വെള്ളം കൈ ഇടുമ്പോ ഇതിനകത്ത് വരും വീടും. എന്റെ കൈ ഇടുമ്പോ വീഡിയോയില് വരുന്നത് പറഞ്ഞില്ലേ വരുന്നു. ശരിക്കും ഫോട്ടോ എടുക്കണ്ടോ? നൂത്ത് നൂത്ത് മീനെ ശരിക്കും തുറന്നു. എന്താ കുഞ്ഞിങ്കില് ഉണ്ടാവൂലോ? എന്നാണിപ്പോ എന്താണ് എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. മീനിന്റെയോ? മീനിന്റെ ശരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളുടെ ഇവിടെയാണ് അത് തൊലികളെടുത്ത് ആണൊക്കെ കുഞ്ഞുങ്ങളെടുത്തിട്ട് അവന്റെ അടുത്ത് എടുക്കുക. ആണോ? അവൻ പാവല്ലേ? ആര് മീനാ? ആ വലിയ മീൻ പാവ. അവനെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും അതിന്റെ വയല് ശരിക്കും. അവന്റെ കുഞ്ഞുങ്ങള് ശരിക്കും വെട്ടിരിക്കും. അതുകൊണ്ട് അവന് പുറത്തേക്ക് നമുക്ക് വേണ്ട. കുഞ്ഞുങ്ങളെ അവന്റെ അടുത്തില്ലേ തുറക്കാത്തോണ്ടാ ഇത് കേടാക്കി. ചിലപ്പോ അത് കേടില്ലല്ലോ അല്ലേ? ഫുള്ള് തുറന്നിട്ടില്ലെന്നുള്ളു. കുഴപ്പമൊന്നുമില്ല. നോക്കാം. മസിലെങ്ങനെ നാടൻ രീതിയിൽ കറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താവുന്നു ആർക്കറിയില്ല. ആർക്കറിയില്ലല്ലേ? ഇല്ല. ഫോട്ടോ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുത്താലോ? ഫോട്ടോ എടുത്തോളാം. വേണ്ട, അത് കണ്ണപ്പന അത് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഉണ്ടാക്കാറിയില്ല. കണ്ണപ്പ പഠിക്കണം. നമ്മൾ പ്ലെയിൻ ആയിട്ടല്ലേ ഏട്ടാ പുഴുങ്ങിയത്? ഒന്നും ആഡ് ചെയ്തൊന്നുമില്ലല്ലോ. എന്തോ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലേ? അത് കളഞ്ഞേക്കാം. റിസ്ക് എടുക്കണ്ട. ഓറഞ്ച് കളർ കുറവായിനല്ലേ? ചിലപ്പോ അത് ചത്തിരുന്നാണെങ്കിലോ കേടായിരുന്നിട്ട്. അവന്റെ വയല് കുഞ്ഞുങ്ങളാ. ആരുടെ? മീനിന്റെ കുഞ്ഞുങ്ങള്. ശരിക്കും അപ്പിണ്ടാവും. പയ്യ തുറന്നാലാണ് എടുക്കാൻ പറ്റുന്നത്. തുറക്കും ചെയ്യും. ഇഷ്ടതാ എന്നെ കളിക്കണില്ല, കടക്കണില്ല. പാവല്ലേ, തിന്നണ്ട. കണ്ടാളാ. ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പോവാ. അത് കണ്ടോ? ഇതിന്റെ ഈ അകത്തെ ഈ ബാക്ക് സാധനം എന്തോ അതിന്റെ കുഞ്ഞുങ്ങളാണോ ഇത്? അവന്റെ കുഞ്ഞുങ്ങളാ കടിക്കും ചെയ്യണ്ട.
കൈ തുറക്കുകയും ചെയ്യുള്ളൂ. എന്താ നോക്ക്, എന്താ സൂപ്പർ. എന്നെ കടിക്കാൻ നോക്കണ. ഇതെങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ക്ലീൻ ചെയ്യുന്നു അത്ര മാത്രം. നിങ്ങൾ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ തോട് പോലും കളയാതെ ഒരു കറി വെക്കണം. കുറച്ച് ഇന്ത്യൻ സ്റ്റൈലാക്കാൻ കണ്ണപ്പനാണ് നമ്മളെ മസിൽ നന്നാക്കാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. കണ്ണപ്പന്റെ ഓക്കെ തണ്ണില്ല ഒന്നും ചെയ്യില്ല. തന്റെ തണ്ണി ഇത് ചെറുക്കാ കിട്ടിടാ ഒന്നും ചെയ്യില്ല. എടുത്തോക്ക് അമ്മൂന് പേടിയാ. ഒന്നും ചെയ്യില്ലതേ. വാ തുറക്കും ചെയ്യുള്ളൂ. അമ്മൂന് പേടിയാ. കടിക്കൂലേ? ഉണ്ടാവും കടിക്കൂല. കുഞ്ഞുങ്ങളല്ലേ ഇതിന്റെ എനിക്കാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ ഭയങ്കര പേടിയാ. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ വെച്ചിട്ട് ക്രാബ് ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ കഴിച്ച ആർക്കൊന്നും പറ്റിയില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായി പോയി. എനിക്ക് അങ്ങനെ ഫുഡ് അലർജി ഒന്നുള്ള ആളല്ല ഞാൻ. പക്ഷെ അന്ന് മാത്രം എന്തോ അത് ക്ലീൻ ചെയ്ത് ശരിയാവാഞ്ഞിട്ടാണോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കടയിലെ ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. കാണിച്ചേട്ടെ ക്ലീൻ ചെയ്ത് ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്ത്. ഇത്രയാണ് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ. കുറച്ച് മുളക് പൊടി, ഇതിൻ്റെ അകത്ത് ചേട്ടായി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നല്ലോണം ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മളൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതേ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വേപ്പില ഇടാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഫ്രഷ് വേപ്പിലൊന്നും കിട്ടത്തില്ല. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ കളർ വ്യത്യാസം. എന്നിട്ട് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലോബ്സ്റ്റർ അതിൻ്റെ അകത്തേക്ക് ഇടാണ് ഫുള്ള്. ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മൾ 2 ഇത് മേടിക്കേണ്ടതായിരുന്നു. 2 കെട്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണ് മേടിച്ചത്. കൊണ്ടുപോയിട്ടൊന്നും തരില്ല. നമ്മള്
അപ്പൊ നമ്മൾ ഇന്ന് കണ്ണപ്പന് നമ്മൾ വെച്ച കല്ലുമ്മക്കായ കറി കൂട്ടിയിട്ട് ചോറ് എടുക്കാൻ പോവാം. എങ്ങനെയുണ്ട് കണ്ണപ്പ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സെബിയോട് പറ സൂപ്പറാന്ന്.